വിശേഷം നല്ല പരമസുഖമാണ്. എയർമെന്നൊക്കെ വിട്ടാണ്ട് ഇപ്പൊ റോക്കറ്റുമൊക്കെ എത്തിക്കണം. ആദ്യം എയർലൈൻ ഇപ്പൊ റോക്കറ്റാണ്. എന്തുട്ട് തേങ്ങ ഗോഡ്സൺ ഈ പറയണത്? ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് ഉപസരിച്ച പാവം തിരുന്നതിനോട് ആരാ പറഞ്ഞത്? 8 കൊല്ലത്തിന് ഇടക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റാണ് കിട്ടുന്നത്. അത് നല്ല ഒരു 1.5 കിട്ടലാണ് അത് കിട്ടിയത്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധികം നാൾ ചെയ്യേണ്ടി വരില്ല. നല്ല ഐശ്വര്യമുള്ള കൈയാണ്. കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ. പാവപ്പെട്ട ഒരാളെ കഴിച്ചിലാക്കാൻ വേണ്ടി പോവാണ്. എവിടക്കാ പോണറിയോ? കൊടുക്കാണ് പോണത്. കണ്ടോളി. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, ടിക്കറ്റ് എടുത്തു. അതിന് നറുക്കുണ്ടല്ലോ, അത് ഞാൻ എടുത്തു. അതെടുക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ ഈ കൊടുകിൽ പറഞ്ഞാൽ നമ്മളെ ഒരു ഗസ്റ്റ് ആയിക്കാണ്ടാണ് ഒരു ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ നിങ്ങളെന്നത് എടുക്കണം പറഞ്ഞു. അത് പിന്നെ നമ്മുടെ പണി അങ്ങനെ പോയില്ലോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടിയിലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ലെന്ന്. അല്ലെങ്കിൽ ആള് തവിടുകൂടി ഭസ്മായി പോന്ന്. മേലെന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാരും പ്രശ്നം ഉണ്ടാക്കാം. അത് സെറ്റപ്പാണ് അറിയാം. അപ്പൊ അടിയിൽ നിന്ന് തോന്നിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറഞ്ഞത് 2 സെക്കൻഡ് അവിടെ നിന്നു പറഞ്ഞു. ഓ മനസ്സിലായി. അതിൽ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഒട്ടിച്ചെക്കണ്, മറ്റേ ഒട്ടിച്ചെക്കണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഒട്ടിപ്പില്ല, കാര്യങ്ങളില്ല. സോഷ്യൽ മീഡിയയാണ്. ഒന്ന് ഇഞ്ചൊക്കെ എന്തേലും ഒന്ന് കിട്ടാൻ നിൽക്കാണ്, എടുത്ത് കത്തിച്ചാൻ വേണ്ടി. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചു. ഇതിന്റെ സത്യാവസ്ഥ ഇജ്ജ് പറയണം കേട്ടോ പറഞ്ഞാണ്. നിങ്ങളൊന്നും വിശ്വസിക്കരുത്. ഇത് ഇവനും ആ പ്രേംശങ്കറും തമ്മിലുള്ള ഒത്തുകളിയാണ്. കള്ളെന്നുള്ള പേര് മാത്രം ഇച്ച് വന്നിട്ടില്ല. അത് ഞാൻ വരുത്തൂല. വേറെ എന്ത് വന്നാലും നമുക്കൊരു കുഴപ്പമില്ല. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. നാട്ടുകാരൊക്കെ എന്താണ് പറയണത്? നാട്ടുകാർക്കാണ് നമ്മളെ കുറിച്ച് അറിയാലോ. കാരണം ഇത്രയും കാലമായിട്ട് നാട്ടിൽ ഇതുവരെ എവിടെയും ഈ ഒരു കാര്യത്തിൽ നമ്മൾ പെട്ടിട്ടില്ല. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? സാറ് വളരെ വ്യത്യസ്തനായ ഒരാളാണെന്ന്. കറക്റ്റ്. ഇങ്ങനെ വീഡിയോ ചെയ്യാണ്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ പ്രൊമോഷൻ തന്നെ ചെയ്ത് നമ്മൾ ഏത് വീഡിയോ ചെയ്യണം, ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തു. ആദ്യമായിട്ടല്ല നീ പണിക്ക് ഇറങ്ങുന്നതല്ലേ? ഇന്ന് ഏതായാലും സോഷ്യൽ മീഡിയ മൊത്തം കത്തിച്ചിക്കാണ്. അതും പെട്രോൾ പറഞ്ഞാണ്ടാ കത്തിച്ചിരിക്കുന്നത്. പെട്രോൾ ഒന്നും മുട്ടണം. ഗ്യാസ് അങ്ങോട്ട് ഇതാക്കിയാൽ ഒന്നായിട്ട് തിരിച്ചു കൊടുത്തു. എന്തോ ചെയ്യുമെന്ന് പറ ചേട്ടാ. ഇത് എന്താ ഏർപ്പാടായിട്ടാ? ആൾക്കാർ ഇപ്പൊ പറയണത് ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പുതുതായിട്ട് വരുന്നതാണ് വീഡിയോസ്. സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. അത് പറയാൻ എനിക്കൊരു നാണോ ഇല്ല. നിങ്ങൾ എന്ത് വിവരക്കാനാണ് ഈ പറയുന്നത്? നമ്മളെ കേരളത്തിൽ നടക്കൂല. നമ്മൾ ചെയ്തത് കർണാടക കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തത്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഇപ്പൊ ഈ കേസ് വന്നാലും കേസ് ഇല്ല അവിടെ അല്ലേ? കേസ് ഉണ്ടാവും. കേസാണ് അവിടെ ആരെങ്കിലും നീ പിന്നെ ഇതാക്കിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏതാണെന്നൊരു എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല രമണ. മുതലാളിയുടെ കോട്ട ഇളകി തുടങ്ങിയെന്നാ തോന്നുന്നത്. അത് ഞാൻ മനസ്സാ വാച നമ്മളെ മക്കൾ സത്യമായിട്ട് ഞാൻ അതിനൊന്നും ഇതാക്കിയില്ല. പക്ഷെ ഞാൻ വീഡിയോ ചെയ്തതിന് ഞാൻ പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരെ വിറപ്പിക്കുന്നവന്മാരെല്ലാം ഉള്ളുകൊണ്ട് പേടിത്തൊണ്ടന്മാരാ. ആ മർമ്മത്തിൽ വേണം നമ്മൾ പിടിക്കാൻ. എന്റെ ആ മുക്കിത്തൂരിലെ നറുക്കെടുപ്പ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത് ഇമാതിരി ജനങ്ങളെ ഒമ്പിക്കാൻ. ഇതിപ്പോ ഡെയിലി നടക്കുന്നുണ്ടോ? എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല. ഞാൻ തകർക്കാനുള്ള ആൾക്കാരുടെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അറിയില്ല പൊന്നാരമാനെ. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതേമാതിരിക്കത്തെ ഒരു മജത്തും കുറിച്ചൊരു വിമർശനം ഇതുവരെ വന്നിട്ടില്ല. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ പറഞ്ഞു കൊടുക്കണം. മൂഞ്ചല്ലേ മൂഞ്ചിച്ചല്ലേ. സോറി ടാക്സി.